ഇന്ത്യ രാജ്യത്ത് നൂറുകണക്കിന് ആയിരക്കണക്കിന് സംഘടനകൾ ഇവിടെ പ്രവർത്തിച്ചു വരികയാണ്. ആ സംഘടനകളെ കൂട്ടത്തിൽ വ്യത്യസ്തമായ ഒരു സംഘടന ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടുവരികയാണ്. ഇന്ത്യ എന്ന് പറയുന്ന കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള വിശാലമായ ഇന്ത്യ എന്ന രാജ്യത്ത് ഒരുപാട് സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങളിൽ 15% മുകളിൽ മുസ്ലിമീങ്ങൾ ജീവിക്കുന്ന സംസ്ഥാനമുണ്ട്. ഛത്തീസ്ഗഡ് പോലോത്ത, സിക്കിം പോലോത്ത, നാഗാലാൻഡ് പോലോത്ത ചില സംസ്ഥാനങ്ങളിൽ 2% താഴെ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ. ഇന്ത്യ രാജ്യത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള മുസ്ലിമീങ്ങളിലേക്ക് പരിശുദ്ധമായ ദീനിന്റെ സന്ദേശം എത്തണമെന്ന ധ്യേയം മുന്നിൽ വെച്ചുകൊണ്ട് SSF എന്ന സുന്ദരമായ പ്രസ്ഥാനം നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ നിന്ന് ഇന്ത്യയുടെ എല്ലാ പട്ടണങ്ങളിലും ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടുവരികയാണ്. ദീർഘിച്ചു കൊണ്ടുപോകുന്നില്ല. SSF എന്ന ഈ ഭാരബെട്ടു യൂണിറ്റ് ഐതിഹാസികമായ രൂപത്തിൽ നമ്മുടെ നാട്ടിൽ മഹ്ളറത്തുൽ ബദരിയ വാർഷികം നടത്തുമ്പോൾ, യൂണിറ്റ് കോൺഫറൻസ് നടത്തുമ്പോൾ എന്റെ നാട്ടുകാരായ SSFന്റെയും SYSന്റെയും മുസ്ലിം ജമാഅത്തിന്റെയും പ്രവർത്തകരോട് പറയാനുള്ളതാണ് പ്രവർത്തിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപാട് കാലങ്ങളായി ഈ കുഗ്രാമമാകുന്ന ഭാരബെട്ടു എന്ന പ്രദേശത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ കടന്നു വരികയാണ്. ഈ നാട്ടിൽ ദീനീ പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടുവരികയാണ്. ഒരുപാട് സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ SSFന്റെ നേതൃത്വത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോ ഈ നാട്ടിലെ പാവപ്പെട്ട ഒരുപാട് മുഅ്മിനീങ്ങളായ വീട്ടുകാർക്ക് പരിശുദ്ധമായ റമളാൻ കടന്നു വരുമ്പോൾ അവർക്കൊരു സഹായമെന്ന രൂപത്തിൽ റമളാൻ കിറ്റ് എല്ലാ വർഷവും നാം വിതരണം ചെയ്യാനുണ്ട്. നമ്മുടെ നാടുകളിൽ, നമ്മുടെ നാട്ടിൽ പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കല്യാണമുണ്ടെന്ന് നമുക്ക് അറിയപ്പെട്ടാൽ, നമുക്കതിനെ കുറിച്ച് പറഞ്ഞു തന്നാൽ ആ വീട്ടുകാർക്ക് വേണ്ടിയുള്ള ഞങ്ങളാൽ കഴിയുന്ന സഹായം ഭാരബെട്ടു യൂണിറ്റിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ ചെയ്തു വരുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ രോഗികളായാൽ അവരെ ഞങ്ങൾ പോയി സന്ദർശിക്കാറുണ്ട്. അവർക്ക് കൈത്താങ് നൽകാറുണ്ട്, അവർക്ക് ആശ്വാസം നൽകാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ സുന്നത്ത് ജമാഅത്തിന്റെ മക്കൾ വളർന്നു വരണമെന്ന പേരിൽ ഒരുപാട് സുന്നത്ത് ജമാഅത്തിന്റെ സുന്ദരമായ പ്രസ്ഥാനത്തിന്റെ പിന്നിൽ നിൽക്കുന്ന ചുണക്കുട്ടികളായ യുവാക്കളെ വാർത്തെടുക്കാൻ വേണ്ടി നമുക്ക് ഈ സംഘടനയിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്ത് നൂറുകണക്കിന് സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് കോളേജ് ക്യാമ്പസുകൾ എടുത്തു നോക്കിയാൽ മയക്കുമരുന്നിന് അടിമപ്പെടുമ്പോ, കഞ്ചാവിന് അടിമപ്പെടുമ്പോ മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അതാ തെരുവുകളിൽ പ്രതിഷേധിക്കുമ്പോ, ഇല്ല ജനങ്ങള്, ഇല്ല യുവാക്കള്, നിങ്ങൾ അക്രമങ്ങളിലേക്ക് പോകരുത്, നിങ്ങൾ വേണ്ടാത്ത പ്രവർത്തനങ്ങൾ ചെയ്യരുത്, നിങ്ങൾ നാടിന് നന്മ ചെയ്യണം, നിങ്ങൾ കുടുംബത്തിന് നന്മ ചെയ്യണം, നിങ്ങൾ കഞ്ചാവിന് അടിമകളാകരുത്, നിങ്ങൾ മയക്കുമരുന്നിന് അടിമകളാകരുത് എന്ന് അന്തസ്സോടുകൂടെ ഒരു യുവജനതയോട് ഈ SSF എന്ന പ്രവർത്തകർ, ഈ SSF എന്ന സംഘടന വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ പരിശുദ്ധമായ ഖുർആനാണ് ഞങ്ങളോട് പറഞ്ഞത്. വൽതകും മിൻകും ഉമ്മത്തുൻ, നിങ്ങളിൽ നിന്ന് ഒരു വിഭാഗമുണ്ടാകണം, വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, നല്ലത് പഠിപ്പിക്കുന്ന, ചീത്തയെ വിരോധിക്കുന്ന ഒരു സമുദായം നിങ്ങളിൽ ഉണ്ടാകണമെന്ന് ഞങ്ങളോട് പറഞ്ഞു തരുമ്പോ എന്തിനാണ് സംഘടന, എന്തിനാണ് SSF, എന്തിനാണ് SYS മുസ്ലിം ജമാഅത്ത് എന്ന് ചോദിക്കുന്നവരോട് ഇന്ത്യ രാജ്യത്ത്, ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ, ലോകത്തിലെ മുസ്ലിമീങ്ങൾ നേരിടുന്ന നൂറുകണക്കിന് പ്രശ്നങ്ങളുണ്ട്. ഇസ്ലാമോഫോബിയ എന്ന പേരിൽ മുസ്ലിമീങ്ങളെ ഉഗ്രവാദികളാക്കി, ഭീകരവാദികളാക്കി, തീവ്രവാദികളാക്കി ലോകം മുദ്ര കുത്താൻ ശ്രമിക്കുമ്പോ ഇല്ല, മുസ്ലിമീങ്ങൾ ഭീകരവാദികളല്ല, ഇസ്ലാം ഭീകരവാദം പഠിപ്പിക്കുന്നില്ല, ഇസ്ലാം തീവ്രവാദം പഠിപ്പിക്കുന്നില്ല എന്ന സുന്ദരവാദ ചുവടുവെപ്പ് വെച്ചുകൊണ്ട് SSF മുന്നേറുകയാണ്, SYS മുന്നേറുകയാണ്. ഒരു ഭാഗത്ത് ലവ് ജിഹാദിന്റെ പേരിൽ, ഇസ്ലാമിന്റെ പേരിൽ അടിച്ചമർത്തുമ്പോ മറ്റൊരു ഭാഗത്ത് ഭക്ഷണത്തിന്റെ പേരില്, മറ്റൊരു ഭാഗത്ത് ഹിജാബിന്റെ പേരില് മുസ്ലിം സമുദായത്തിന്
ജമാഅത്തിനെതിരെ വരുന്ന നൂറുകണക്കിന് പ്രശ്നങ്ങൾ വരുമ്പോ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ മഹാനായ ഖലീലു തങ്ങള്, മഹാനായ റഈസുൽ ഉലമ അടക്കമുള്ള ധീരന്മാരായ പണ്ഡിതന്മാരുടെ അവരുടെ പിന്നിൽ നിന്നുകൊണ്ട് അവരുടെ നേതൃത്വത്തിൽ അവർ മാർച്ച് നടത്തുമ്പോ, അവർ പ്രതിഷേധത്തിന് നിങ്ങൾ വരണമെന്ന് പറയുമ്പോ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സിറാജ് പത്രത്തിന്റെ എഡിറ്ററായിരുന്ന KM ബഷീർ എന്ന് പറയുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനെ ആക്സിഡന്റ് ചെയ്ത് ഇടിച്ചു കൊലപ്പെടുത്തിയ ഒരു IAS-ന്റെ പ്രവർത്തകനുണ്ട്. അദ്ദേഹത്തിനെ കലക്ടറായി നിയമിച്ചപ്പോ നമ്മുടെ നേതൃത്വങ്ങൾ പറഞ്ഞു, ഞങ്ങൾ മിണ്ടാതിരിക്കാൻ പാടില്ല. ഒരു കൊലപാതകൻ ഒരു കൊലപാതകന് ഒരു രാജ്യത്തില് അവൻ കലക്ടറാകാൻ കഴിയുകയില്ല. അവൻ വലിയ ആരോപിതനാണ്, വലിയ കുറ്റകൃത്യം ചെയ്തവനാണെന്ന് ആഹ്വാനം ചെയ്തപ്പോ കേരളത്തിന്റെ തെരുവുകളിൽ ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലൂടെ അവർ പ്രതിഷേധം നടത്തി. കലക്ടർ ചെയ്യാൻ അവിടെ നിന്ന് അനുവദിച്ചില്ല. എത്രയാണ് ഈ രാജ്യത്തിന് വേണ്ടി, ഈ നാടിന് വേണ്ടി, ഈ സംസ്ഥാനത്തിന് വേണ്ടി SSF എന്ന സംഘടന, SYS എന്ന സംഘടന, മുസ്ലിം ജമാഅത്ത് എന്ന സംഘടന ഈ അടുത്ത് മദ്രസ പ്രസ്ഥാനത്തിനെതിരെ പലരും ശബ്ദമുയർത്തിയപ്പോ നമ്മുടെ നേതൃത്വങ്ങൾ പറഞ്ഞു, നിങ്ങൾ മദ്രസയെ കുറിച്ച് പരിശോധിക്കേണ്ടതുണ്ട്. മദ്രസയിൽ ഭീകരവാദം പഠിപ്പിക്കുന്നില്ല, മദ്രസയിൽ തീവ്രവാദം പഠിപ്പിക്കുന്നില്ല, മദ്രസകളിൽ പഠിപ്പിക്കുന്നത് സൗഹാർദ്ദമാണ്. നാടുകളിൽ ഒരു മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും ബൗദ്ധനും ഒരു നാട്ടിൽ എങ്ങനെയാണ് ജീവിക്കണമെന്ന് നമ്മുടെ മദ്രസകളിൽ നമ്മുടെ ഉസ്താദുമാർ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഭീകരവാദം പഠിപ്പിക്കുന്നില്ല, തീവ്രവാദം പഠിപ്പിക്കുന്നില്ല. നമ്മുടെ മദ്രസകളിൽ എവിടെയെങ്കിലും തീവ്രവാദം പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ എന്ന് നമ്മുടെ പണ്ഡിതന്മാർ വെല്ലുവിളിച്ചപ്പോ അതിനെ കാണിക്കാൻ കഴിഞ്ഞില്ല, അതിനെ കാണിക്കാൻ കഴിയുകയുമില്ല. ഇവിടെയാണ് SSF എന്ന സംഘടന, യൂണിറ്റി ഈസ് സ്ട്രെങ്ത് എന്ന് നാം പഠിച്ചവരാണ്. ഒക്കട്ടിനല്ലി വളവിര് ഞങ്ങളെല്ലാവരും ഒത്തൊരുമയോടുകൂടെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോ നമ്മുടെ നാടുകളിൽ 1921 കാലഘട്ടം വരെ സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും സുന്ദരമായി ചെയ്തു പോന്നിരുന്ന ഒരു കാലഘട്ടത്ത് ഐക്യ സംഘം എന്ന പേരിൽ അനൈക്യമുണ്ടാക്കാൻ വേണ്ടി, നാടുനേല ഫിത്നയുണ്ടാക്കാൻ വേണ്ടി വന്ന വഹാബിസത്തെ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. പണ്ഡിതന്മാർ അന്ന് ശബ്ദിച്ചു, ഇല്ല, ഐക്യ സംഘം എന്ന പേരിൽ വരുന്നത് അനൈക്യ സംഘമാണ്. ഇവിടെ മൗലിദ് ഇല്ലാതെയാക്കാൻ വേണ്ടി, അറബിയിൽ നടത്തുന്ന ഖുത്ബയ ഇല്ലാതെയാക്കാൻ വേണ്ടി, പരിശുദ്ധമായ ദീനി പാരമ്പര്യത്തെ ഇല്ലാതെയാക്കാൻ വേണ്ടി ഒരു സമൂഹം സമൂഹം ഇറങ്ങിയപ്പോ അതിനെ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആലിമീങ്ങളും ഉമറാക്കളും ഒത്തൊരുമയോടുകൂടെ പ്രവർത്തിച്ചപ്പോ അൽഹംദുലില്ലാഹ് SSF 50 വാർഷികം കഴിഞ്ഞുവല്ലോ. ഒരുപാട് ആലിമീങ്ങൾ അതിന്റെ നേതൃത്വം നൽകി ഈ ലോകത്തോടുകൂടെ വിട പറഞ്ഞവരാണ്. നമുക്ക് താജുൽ ഉലമയെ മറക്കാൻ കഴിയില്ല, നമുക്ക് നൂറുൽ ഉലമയെ മറക്കാൻ കഴിയില്ല. നമുക്ക് മഹാനായ പൊസോട്ടു തങ്ങളെ, ത്വാഹിറുൽ അഹ്ദൽ തങ്ങളെ, ശറഫുൽ ഉലമയെ, ബേക്കൽ ഉസ്താദ് അടക്കമുള്ള ഒരുപാട് പണ്ഡിതന്മാർ നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി നേതൃത്വം വഹിച്ചവരാണ്. അവരെല്ലാവരെയും നമ്മുടെ ഈ പരിപാടിയിൽ മഹാനായ ഖുറത്തു സാദാത്ത് പുറത്തങ്ങൾ ഉസ്താദ് അടക്കമുള്ള നമുക്ക് നേതൃത്വം നൽകി മൺമറഞ്ഞുപോയ എല്ലാ ആലിമീങ്ങളെയും ഈ മജ്ലിസിൽ അനുസ്മരിക്കുന്നുണ്ട്. അല്ലാഹു അവരെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ, അവർക്ക് അല്ലാഹു ഉന്നതമായ സ്ഥാനം നൽകുമാറാകട്ടെ. ലൗ ജിഹാദിന്റെ പേരിൽ, ഹിജാബിന്റെ പേരിൽ, മുത്തലാഖിന്റെ പേരിൽ, വഖഫിന്റെ പേരിൽ ഇവിടെ കലഹങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ അതിനെതിരെ ഒത്തൊരുമയോടുകൂടെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് പ്രധാനമന്ത്രിക്ക്, അതേപോലെ തന്നെ ഗവർണർക്ക്, അതേപോലെ തന്നെ രാഷ്ട്രപതിക്ക് കത്തയക്കുകയാണ്. ഇതെല്ലാം ഒരു സമുദായത്തിനെതിരെയുള്ള ചൂഷണമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ നേതൃത്വത്തിലെ പണ്ഡിതന്മാർ മുന്നോട്ട് വരികയാണ്. ഞാൻ ദീർഘിപ്പിച്ചുകൊണ്ട് പോകുന്നില്ല. ഈ വേദിയിൽ